നീ ഫ്രോഡാണ് എന്ന് ലിസിയോട് പിള്ളേർ പറയോ? ഇല്ല, പറയല്ല, ലിസി അവരുടെ ATM ആണ്. കാര്യം നടക്കണ്ടേ? സുഹൃത്തുക്കളെ, ഏവർക്കും വിൽസൺ വേൾഡ് വൈഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ച ബാബു അബ്രഹാമുമായിട്ട് തിരുവല്ല CSS ബുക്ക് ഡിപ്പോയിൽ വെച്ച് നടന്ന ഒരു സംഭാഷണമാണ്. ഇതൊരു പരമ്പരയായിരുന്നു. ഇതിന്റെ 5ാമത്തെ ഭാഗമാണ് ഇന്നിപ്പോൾ അവതരിപ്പിക്കുന്നത്. ഇതോടുകൂടി ഇത് അവസാനിക്കുന്നു. കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം പബ്ലിഷ് ചെയ്തത് മാതൃഭൂമിയാണ്. മാതൃഭൂമി പബ്ലിഷ് ചെയ്ത ഈ പുസ്തകം കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ 50 എഡിഷൻ പബ്ലിഷ് ചെയ്യുവാൻ സാധിച്ചു. ഇതൊരു വലിയ നേട്ടമാണ്. ഇന്നത്തെ സംഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ യഥാർത്ഥത്തിൽ ഈ മെത്രാൻ തെളിക്കേണ്ട തിരികളുണ്ട്. അത് ഈ ഇവർ വെച്ചിരിക്കുന്ന കുന്തവും കെട്ടും അതെന്നറിയോ? അച്ഛൻ ഈ ഉടുപ്പും ഈ ബെൽറ്റും ഈ തൊപ്പിയൊക്കെ വെച്ച് വന്നിരിക്കുമ്പോൾ എനിക്ക് അച്ഛൻ പറയുന്ന മീനുകളുടെ കണ്ണുകളെല്ലാം തന്നെ കാണാൻ പറ്റാതിരിക്കും. പക്ഷെ അതേ കാര്യം തന്നെ എൻ്റെ കൂട്ടത്തിൽ ഒരു നിക്കർ ഷർട്ടൊക്കെ ഇട്ട് വന്നിരുന്ന് അത് പള്ളിയിൽ പോയി ചെയ്യാമെന്ന് ചോദിക്കും. അത് മധുബകയിലൊക്കെ ഇച്ചിരി പാടായിരിക്കും. പക്ഷെ നമുക്കല്ലാത്ത സമയങ്ങളിലേ മാറണമെന്നേ. ഈ പിള്ളേർക്കൊക്കെ ഇഷ്ടം കൂളായിട്ട് നിങ്ങളൊരു ബെർമുടയൊക്കെ ഇട്ട് ഒരു ഉടുപ്പൊക്കെ ഇട്ട് വന്നിരുന്ന് ഈ അച്ഛനോട് പറഞ്ഞാൽ അച്ഛന് വലിയ പാടായിരിക്കും. അത് നമ്മൾ ജീവിച്ച് ശീലിച്ചു. ചെറുപ്പക്കാരച്ഛന്മാരൊക്കെ കൂട്ടത്തിലിരുന്ന് മക്കൾ എങ്ങനെയാണ് അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് പോയി കുർബാനയ്ക്ക് സെറ്റ് ആകുമ്പോഴേക്കും നിങ്ങളുടെ യൂണിഫോം ഇട്ടുള്ളൂ. കാരണം മോൺഫോർട്ട് ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്ന കൊച്ച് പകല് ഈ ദിവസം മുഴുവൻ യൂണിഫോം ഇടുന്നില്ലല്ലോ. സ്കൂളിലേക്ക് പോകുമ്പോൾ മാത്രം ഇട്ടാൽ പോരത്. ബാക്കിയുള്ള സമയത്ത് നോർമലായിട്ട് ജീവിക്കൂ. അപ്പം അന്നേരം ഈ ഇടയന്മാരെ അങ്ങനെ കാണുമ്പോൾ ഇടയ ജനങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? ഈ മീനുകളുടെ കണ്ണുകൾ ഞങ്ങളെപ്പോലെയൊക്കെ തന്നെയുള്ള ഒരാളാണ്. പക്ഷെ അങ്ങോട്ട് കയറുമ്പം ചെയ്യുന്ന സർവീസിൽ മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കുണ്ടാകുന്നൊരു വിഷമം എന്നാണെന്നറിയോ? ഈ അച്ഛൻ ബലിയർപ്പിക്കുമ്പോഴേ പുള്ളി കർത്താവുമായിട്ട് പ്രത്യേക ഒരു ബന്ധമുണ്ട്. ആ പുള്ളി സെറ്റപ്പായിട്ട് നിൽക്കാതെ യു മേക്ക് യുവർ സെൽഫ് സീക്രട്ട്. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് മേക്കിംഗ് സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ് ഓഫ് പ്രീസ്റ്റ്ഹുഡ്. അതിലൂടെ അവരുയർന്നവരും ഞങ്ങൾ താഴ്ന്നവരുമാകും. അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ ഒന്നിച്ച് നിന്ന് ഒരു ബലിയർപ്പിക്കുന്നു. ഈവൻ ഞങ്ങളുടെ സ്ഥാനത്ത് നിന്ന് അവരോട് സംസാരിക്കുന്നു. അത്രയും മതി, പോരെ. അല്ലാതെ ഞാൻ പ്രത്യേക തരത്തിൽ വിളിക്കപ്പെട്ടവനായതുകൊണ്ട് അങ്ങ് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വരണം. അത് മെത്രാച്ചനാണെങ്കിലും അതിനെ ഈ കൊമ്പും കുഴലും വടി എല്ലാം പിടിച്ച് ഇടയ്ക്കൊക്കെ ആവാം. പക്ഷെ ഒത്തിരി ആകുമ്പോൾ കൽപ്പന വന്നു, ഓർഡർ ഇട്ടു, കൽപ്പന കൊടുത്തു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോലെ. മെത്രാപ്പൊലീത്ത പറഞ്ഞു എന്ന് പറഞ്ഞേ കൽപ്പിച്ചു വേണോ? ഈ തിരുമേനി പദമേനി ഒന്നും വേണ്ടെന്നേ. അതൊരു വൈദികനാണ്, വൈദിക ശ്രേഷ്ഠനാണെന്നല്ലേ. മേനി എന്തെങ്കിലും ആകട്ടെ. ഇതൊക്കെ എന്തിനാ ഈ പറയുന്നേ? നമ്മൾ ഇപ്പോഴത്തെ എൻ്റെ ജനറേഷനിൽ ഇവനെ പോലെയൊക്കെ നമ്മളുടെ ഒക്കെ ഒരു ജനറേഷനിൽ നമ്മൾ അമ്മാവന്മാരാണ്. നമുക്ക് ഈ തിരുമേനിയും പലമേനിയും ഒക്കെ ഓക്കെയാണ്. പക്ഷെ ഈ പിള്ളേരാണ് നമ്മൾ നോക്കേണ്ടത്. വാട്ട് ഡു യു ലീവ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ? അതാണ് ഇഷ്യൂ. പിന്നെ വേറുണ്ടോ? അടുത്ത ജനറേഷനിൽ ആരും തന്നെ പള്ളി വരാൻ പോകുന്നു. അവർക്ക് ഇതിനോട് താല്പര്യമില്ല. ഇത് മെയിൻ പരിപാടി നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട് ഇല്ലേ? അച്ഛന്മാർക്ക് മാത്രമല്ല, വീട്ടിൽ തന്തയ്ക്കും തള്ളയ്ക്കും ഏറ്റവും കോൺട്രഡിക്ഷനാന്നേ. ഈ പറഞ്ഞ ലിസി അല്ലേ? ലിസി ചേച്ചിയൊക്കെ ഈ പറഞ്ഞ് പിള്ളേരെ പ്രാർത്ഥിക്കൂ, സന്ധ്യ പ്രാർത്ഥന നടത്തൂ, സൺഡേ സ്കൂളിൽ പോകൂ, കർത്താവ് അങ്ങനെയല്ലേ, കർത്താവ് ഇങ്ങനെയല്ലേ എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് ലിസി ചേച്ചി ഓരോ പരിപാടിയൊക്കെ കാണിക്കുന്ന കൊച്ചെന്നാ ചെയ്യുന്നേ? ഫ്ലഷ് അടിച്ചു ബിഗ് ബോസ്, മൈ ബോസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മറ്റോ കയറി ഫ്ലഷ് അടിച്ച് അവളെ തെറി വിളിക്കുന്നത്. ഇതേ പരിപാടി പിള്ളേർ മുഴുവൻ അപ്പനെ അമ്മയും ചെയ്തോണ്ടിരിക്കുക. എന്നതാ ഇവള് എന്നോട് പറഞ്ഞു തന്നോണ്ടിരിക്കുന്നത്. പക്ഷെ പിള്ളേർ എതിർത്ത് പറയോ? നീ ഫ്രോഡാണ് എന്ന് ലിസിയോട് പിള്ളേർ പറയോ? ഇല്ല, പറയല്ല, ലിസി അവരുടെ ATM ആണ്. കാര്യം നടക്കണ്ടേ? കാര്യം കടന്നു കഴിയുമ്പോൾ അവൾ എന്നെ പറയും, എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലെ പട്ടിയുടെ പേര് ചെറുപ്പത്തിൽ എന്റെ അമ്മയുടെ അനിയത്തി 10ാം ക്ലാസ്സിൽ തോറ്റതാ. അപ്പൊ ആ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള പുള്ളിക്കാരത്തിക്കായിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തി ഇടയ്ക്കിടയ്ക്ക് വർത്താനം പറയുമ്പോൾ ഇംഗ്ലീഷ് കുട്ടിയെ പറയുള്ളൂ. അപ്പൊ ആ പട്ടി തുടരൊന്നും ഇല്ലെന്നേ, ഇങ്ങനെ കറങ്ങി നടക്കുന്ന പട്ടിയെ. എന്നിട്ട് ഇറച്ചി കൂട്ടി കഴിക്കും, തിണ്ണലിരുന്ന് കഴിക്കുമ്പോൾ അവർക്ക് ഭക്ഷണത്തോട് നല്ല താല്പര്യമായിരുന്നു. നന്നായിട്ട് ലാവിഷായിട്ടങ്ങ് ജീവിക്കും. പട്ടി വരുമ്പോഴേക്കും ഒരെണ്ണം കിട്ടുള്ളൂ. പട്ടിക്ക് 2-3 കഷ്ണം കൊടുത്തു കഴിയുമ്പോഴേക്കും, ലാവിഷ് എന്ന് പറയുന്നത് ദാരിദ്ര്യന്റെ വീട്ടിലെ ലാവിഷല്ലേ, ഒരു 3 കഷ്ണം കൊടുത്തു കഴിയുമ്പോൾ പിന്നെ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തി കുഞ്ഞമ്മ എന്നാ പറയും, വേറ്റ് യു ക്യാൻ ഗോ.
അതുപോലെ തന്നെ ഈ പിള്ളേര് കുത്തിയെടുത്ത് കുറെ കാലം കഴിയുമ്പോൾ അമ്മയോടും അപ്പനോടും പറയും ഹൂബർട്ട് യു ക്യാൻ ഗോ എന്ന് പറഞ്ഞാല് ഹൂബർട്ട് യു ക്യാൻ ഗോ ടു മാതൃഭൂമി. അപ്പൊ എല്ലാരും വന്നതിന് സന്തോഷം. എന്റെ മറുപടി ഒക്കെ ഓക്കെ ആയിരുന്നോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.